നമ്മുടെ യാത്രയപ്പ് സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഞാനിപ്പോഴും അബൂബക്കർ മാഷിൻ്റെ വരവ് വീട്ടിലേക്ക് വരുന്ന ആ ഒരു കാഴ്ച എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. വളരെ കുട്ടിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളോട് ഒരുമിച്ച് ഇവിടെ വരികയും ഇവിടെ ഉറുദു അധ്യാപകനായി ജോലിക്ക് ചേരുകയും ചെയ്തു. വേണ്ടി അബൂബക്കർ മാഷ് ഒരുപാട് കാലം ഇനിയും നമ്മുടെ ഇടയിൽ നമ്മുടെയൊക്കെ സ്നേഹാദരവും നമ്മുടെയൊക്കെ ഒപ്പം പ്രവർത്തിക്കേണ്ടയാളാണ്. 56 വയസ്സ് എന്ന് പറയുന്നത് ലോക ആയുസിൻ്റെ ശരാശരി എടുത്താൽ, അതിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിൻ്റെ ശരാശരി എടുത്താൽ മനുഷ്യൻ്റെ മധ്യാഹ്നത്തിലെത്തി നിൽക്കുന്നേ ഉള്ളൂ. തീർച്ചയായും അബൂബക്കർ മാഷെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനം ഈ വിദ്യാലയത്തിൻ്റെ നന്മയ്ക്ക്, അതല്ലെങ്കിൽ സ്കൂളിൻ്റെ നല്ല പുരോഗതിക്ക് വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാകും എന്ന് നമുക്കറിയാം. അടുത്തതായി അധ്യാപകരുടെ ഒരു സ്നേഹോപകാരം അബൂബക്കർ മാസ്റ്റർ കൈമാറാണ്. അത് പ്രധാനാധ്യാപിക ശ്രീമതി എ ലിസ്റ്റ ടീച്ചർ. ഉമ്മർ മാഷിൻ്റെ ഒരു സ്നേഹോപകാരമുണ്ട്. അതിനുവേണ്ടി ഉമ്മർ മാഷെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഉപകാരം നൽകിയവർക്കും അത് ഏറ്റുവാങ്ങിയ അബൂബക്കർ മാസ്റ്റർക്കും സ്നേഹപൂർവമായ നന്ദി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, പിന്നെ എൻ്റെ കൊച്ചു കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാം സ്കൂൾ കമ്മിറ്റി മെമ്പേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ വരാൻ. ഈ UPS സ്കൂളിലത്തെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആനുവൽ ഡേ അല്ലേ? ആനുവൽ ഡേ. എനിക്കിപ്പോൾ എൻ്റെ 10th വരെയുള്ള ആനുവൽ ഡേ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. സേക്രഡ് ഹാർട്ടിലെ ഞാൻ സേക്രഡ് ഹാർട്ടിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹൈസ്കൂൾ വരെ. അപ്പോൾ ആ ആനുവൽ ഡേ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. കാരണം എല്ലാ കുട്ടികളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വേദിയാണ് സ്കൂൾ ആനുവൽ ഡേ. അതെല്ലാവരും നിങ്ങൾ എൻജോയ് ചെയ്യണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ സിംഗർ 2014 ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയൊരു എക്സ്പോഷറായിരുന്നു സ്റ്റാർ സിംഗർ വഴി എനിക്ക് കിട്ടിയത്. പിന്നെ സുപരിചിതരായ കുറേ പേരോട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. പിന്നെ കൂടുതൽ പാട്ടുകൾ പാടാൻ പറ്റി. ആ വേദി എന്ന് പറയുന്നത് ഒരു സ്വപ്നതുല്യമായ വേദിയാണ്. അതിലെനിക്ക് കുറേ പാട്ടുകളും പാടാൻ പറ്റി. പിന്നെ MG ശ്രീകുമാർ, അനുരാധ ശ്രീറാം, പിന്നെ ആരായിരുന്നു, പിന്നെ കുറേ സെലിബ്രിറ്റി ജഡ്ജസ് കുറേ പേര് വന്നിട്ട് എനിക്ക് അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അതൊക്കെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. പിന്നെ ഇതിലെല്ലാം മുന്നേറാൻ കാരണം എൻ്റെ പിന്നിലുള്ള കൈകൾ, എൻ്റെ പാരൻസും, പിന്നെ ഞാൻ ദൈവത്തിനും നന്ദി പറയുന്നു. പിന്നെ നിങ്ങളും, പ്രേക്ഷകരില്ലെങ്കിൽ എന്താ, പ്രേക്ഷകരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇനി തുടർന്നുള്ള എൻ്റെ എല്ലാ മുന്നേറ്റത്തിനും നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് ഒരു കൊച്ചു വേദിയാണ്. അത് എൻ്റെ ഒരു ചുവടുവയ്പ്പായിട്ടുള്ളൂ.
ഇനി എനിക്ക് തുടർന്ന് നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ആവണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഒരു പാട്ട് പാടാം, 2 പാട്ട് പാടാം. താങ്ക് യു. कलम पिचकारी जो तूने मुझे मारी तो बोले रे जमाना खराबी हो गई. मेरे अंग राजा तो तेरा रंग लगा तो सीधी सादी छोरी शराबी हो गई. क्यों आ रहा है तूने हवाओं में भांग मिलाया.
നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷവും അതുപോലെ തന്നെ അധ്യാപക രക്ഷാകർതൃ ദിനം യാത്രയപ്പ് യോഗം സംയുക്തമായി ഇന്നിവിടെ കൊണ്ടാടുകയാണ്. രാവിലെ തുടങ്ങിയ ഈ പരിപാടി മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ നമ്മൾ വാർഷികാഘോഷ പരിപാടി നടത്തുമ്പോൾ ഇതിനോടൊപ്പം തന്നെ രാവിലത്തെ പരിപാടിയിലാണ് യാത്രയപ്പ് സമ്മേളനം നടത്താറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഉച്ചയ്ക്ക് ശേഷമുള്ള ഇതിൽ നടത്തിയാൽ മതി എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യാത്രയപ്പ് സമ്മേളനം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നടത്താൻ തീരുമാനിച്ചത്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ ഇവിടെ അധ്യാപകനായി വന്ന്, അതായത് കൃത്യമായി പറഞ്ഞാൽ 1978-79 അധ്യയന വർഷത്തിൽ ഇവിടെ അധ്യാപകനായി വരികയും പ്രശസ്തമായ സേവനം അനുഷ്ഠിച്ച് ഈ 2015 മാർച്ച് 31
വിരമിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ അബൂബക്കർ മാസ്റ്റർ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ പലരും പ്രതിപാദിച്ചു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നിന്ന് അധ്യാപകനായി വന്ന് 77-78 വർഷം അധ്യാപകനായി വന്ന് 36 വർഷം വളരെ നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചു. അതിനിടയിൽ ഒരു ചെറിയ കാലം, അതായത് 1988 അദ്ദേഹം ഇവിടെ നിന്ന് ലീവ് എടുത്ത് കുറച്ച് കാലം ഗൾഫിൽ പോയി. വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ സ്കൂളിൽ ജോയിൻ ചെയ്യുകയും സ്കൂളിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഭാഗഭാക്കാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഇപ്പോഴും അദ്ദേഹം കണ്ടാൽ റിട്ടയർ ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം എപ്പോഴും വളരെ ചെറുപ്പമാണ് അദ്ദേഹം. അബൂബക്കർ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ അദ്ദേഹം റിട്ടയർമെൻ്റ് ആയോ എന്നുള്ളത് നമ്മൾ പലരും സംശയിക്കും. അത്രയും വളരെ ചെറുപ്പമായിട്ടുള്ള ചുറുചുറുക്കുള്ള നമ്മുടെ അബൂബക്കർ മാസ്റ്റർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ യശസ്വി ഉയർത്തുന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള നല്ലൊരു വ്യക്തി കൂടിയാണ് ശ്രീ അബൂബക്കർ മാസ്റ്റർ. അദ്ദേഹം നമുക്കറിയാം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നിശ്ചിത പ്രായം ആദ്യം 55 വയസ്സായിരുന്നു, പിന്നെ ഒരു വർഷം നീട്ടി. അങ്ങനെ 56 വയസ്സിലാണ് ഇപ്പോൾ റിട്ടയർമെൻറ്റ്. അപ്പോൾ ഈ സേവനത്തിന് ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്യണം. ഇനിയും അദ്ദേഹം നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ കേരളീയരുടെ പ്രത്യേകിച്ച് ആയുർദൈർഘ്യം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സമയം ഇനി റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു കലാഹൃദയമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൊതുരംഗത്ത് വന്നാൽ ശോഭിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ റിട്ടയർമെൻറ്റിന് ശേഷം പൊതുരംഗത്ത് വന്ന് തൻ്റെ കഴിവുകൾ, തൻ്റെ സംഭാവനകൾ ഈ പൊതുജനങ്ങൾക്ക് നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ അമ്മമാരൊക്കെ വന്നിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ അവരുടെ പരിപാടികൾ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെല്ലാവിധ അബൂബക്കർ മാസ്റ്റർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള കുമാരി ദീപ്തി അതിമനോഹരമായ 2 ഗാനങ്ങൾ ഇവിടെ പാടിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇനി ഒരുപാട് ഭാവിയുള്ള നല്ലൊരു കലാകാരി കൂടിയാണ് അവർ. അവരുടെ അമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി കരിമുള്ളി മോഹനേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്കൂൾ മാനേജർ ആയ പ്രിയങ്കരനായ ശ്രീ തോമസ് മാസ്റ്റർ, സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ MR ദിനേശൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ, നമ്മുടെ മുഖ്യാതിഥി ആയി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്റ്റാർ സിംഗർ ദീപ്തി, ഇന്ന് ഈ സ്കൂളിൽ നിന്ന് ഈ വർഷം പിരിഞ്ഞു പോകുന്ന പ്രിയങ്കരനായ അബൂബക്കർ മാസ്റ്റർ, സ്കൂൾ ഹെഡ് മിസ്സസ് നിശിത ടീച്ചർ, പഞ്ചായത്ത് മെമ്പർ ശ്രീ UK ഗോപാലൻ, പ്രിയങ്കരായ വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ഇന്ന് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അതോടൊപ്പം ദുഃഖം നിറഞ്ഞതുമായ ഒരു ദിവസമാണ്. സന്തോഷം എന്തുകൊണ്ടെന്നാൽ ഈ സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ്. ദുഃഖം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നല്ലവനായ ഒരു അധ്യാപകൻ ഈ വർഷം മുതൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോവുകയാണ്.
എപ്പോഴും റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അത് നമുക്ക് കൈക്കൊള്ളാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ തന്നെ ഒരു 5-10 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിഞ്ഞു പോന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും ഒരു യാത്രയയപ്പ് ഏറ്റുവാങ്ങിയിട്ടില്ല. കാരണം അത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത വനം വകുപ്പിൽ നിന്ന് ഒരു 2 കൊല്ലം മുമ്പ് സ്വമേധയാ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഒരു യാത്രയപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് യാത്രയപ്പൊന്നും നൽകരുത്, എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോവുകയുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് കുട്ടികൾക്ക് കുറേ എൻഡോമെൻ്റ് നൽകുകയുണ്ടായി. കഴിഞ്ഞ മാസം ഫിഷറീസ് സ്കൂളിൽ എൻഡോമെൻ്റ് വിതരണം നൽകുകയുണ്ടായി. അവിടെ ഒരു 156 എൻഡോമെൻ്റാണ് വിതരണം ചെയ്തത്. അതിൽ ഭൂരിഭാഗവും നാട്ടുകാരുടെ വക സംഭാവനയായിരുന്നു. ഈ സ്കൂളിനെ സംബന്ധിച്ചും എൻഡോമെൻ്റുകളുടെ കാര്യത്തിൽ കുറവൊന്നുമില്ല. പക്ഷേ അതിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും എൻഡോമെൻ്റുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള അധ്യാപകരോ അധ്യാപകന്മാരോ ആണ്. അത് വ്യക്തമാക്കുന്നത് ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോയാലും ആ അധ്യാപകരുടെ സ്കൂളിനോടുള്ള മമതയും വിദ്യാർത്ഥികളോടുള്ള താല്പര്യവും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. പിരിഞ്ഞു പോകുന്ന അധ്യാപകൻ അബൂബക്കർ മാസ്റ്റർ പോലും ഒരു എൻഡോമെൻ്റ് ഏർപ്പെടുത്തിയതിന് ശേഷമാണ് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും സ്കൂളിനോടുള്ള താല്പര്യവുമാണ് അത് കാണിക്കുന്നത്. അബൂബക്കർ മാസ്റ്റർ എന്ന് പറയുമ്പോൾ 5-8 കൊല്ലം മുമ്പ് ഞാൻ ഈ സ്കൂളിൽ എൻഡോമെൻ്റ് ഏർപ്പെടുത്താൻ വന്നപ്പോൾ എനിക്ക് തീരെ പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അടുത്ത് വന്ന് ആ മോനല്ലേ എന്ന് പറഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളെ എന്നെ എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അദ്ദേഹം ഈ സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിയായ താല്പര്യങ്ങളും ശ്രദ്ധയും കാണിച്ചിട്ടുണ്ട്. മാഷെ സംബന്ധിച്ചിടത്തോളം ഈ 36 കൊല്ലത്തെ സേവനത്തിൽ കിട്ടിയിട്ടുള്ള ശിക്ഷ സമ്പത്ത് തന്നെ അബൂബക്കർക്കുള്ള ഒരു സ്നേഹോപഹാരമാണ്. എത്രയോ കാലം ആ സ്മരണകൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിലനിൽക്കും. 36 വയസ്സെന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു ജീവിതത്തിൻ്റെ പകുതി മാത്രമേ ആവുന്നുള്ളൂ. ഇനിയുള്ള കാലങ്ങളും മാഷ് സമൂഹത്തിന് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ജീവിതത്തിൻ്റെ ബാക്കി വരുന്ന ഭാഗവും കൂടി വിനിയോഗിക്കണം എന്നും അതിനുവേണ്ടി അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ആയുരാരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള സ്റ്റാർ സിംഗർ കുമാരി ദീപ്തി വളരെ നല്ല 2 പാട്ടുകൾ പാടി സദസ്സിനെയും എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഉയർന്നു വരുന്ന ഒരു കലാകാരി എന്ന നിലയിൽ അവർക്ക് ഇനിയും അനേകം മണ്ഡലങ്ങൾ കാത്തുകിടക്കുന്നു. അവർക്ക് അതിലെല്ലാം ഉന്നതങ്ങളായ വിജയങ്ങൾ കൈവരിക്കാൻ ഇടവരട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ മാതൃകകൾ എല്ലാം കണ്ട് പഠിച്ച് അവരും സ്കൂളിന് വരും കാലങ്ങളിൽ കൂടുതൽ യശസ്സും കീർത്തിയും നേടിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ കലാ കായിക രംഗങ്ങളിൽ മികച്ച നേട്ടങ്ങൾ അവർ കൈവരിച്ചിട്ടുണ്ട്. ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കൂളായിട്ട് നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ മേടിച്ച കായിക താരങ്ങൾ പോലും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനവും ശ്രേയസ്സും എത്രമേൽ വർദ്ധിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല. അത്രമാത്രം അഭിമാനപൂർവ്വമാണ് ഇവിടുത്തെ സ്കൂൾ അധ്യാപകരുടെയും അതുപോലെ ഭാരവാഹികളുടെയും എല്ലാ പ്രവർത്തനങ്ങൾ അവരുടെ മികച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ വർഷവും കൂടുതൽ മികച്ച തോതിൽ ഇതുപോലുള്ള മേളകൾ സംഘടിപ്പിക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ കുട്ടികൾ തന്നെ ഇവിടെ കാഴ്ചവെച്ച പ്രകടനങ്ങൾ കലാപരമായി എത്രമാത്രം ഔന്നിത്യം പുലർത്തുന്നതാണെന്ന് പറയാൻ കഴിയില്ല. ആദരണീയനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട തോമസ് മാഷ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ പരിപാടിയുടെ മുഖ്യ കാർമ്മികനും ഇതിൻ്റെ ഊർജ സ്രോതസ്സുമായ എം.ആർ. ദിനേശൻ, എനിക്ക് ഉപഹാരം നൽകി എന്നെ ആദരിച്ച ബഹുമാന്യനായ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് സാർ, ഇവിടെ സാന്നിധ്യം കൊണ്ടും സംഗീതം കൊണ്ടും നമ്മെ മനം കവർന്ന കേരളത്തിൻ്റെ അനുഗ്രഹീത, ഭാവിയുടെ വക്താനമായ അനുഗ്രഹീത കലാകാരി കുമാരി ദീപ്തി, ആശംസകൾ അർപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് UK ഗോപാലൻ, മോഹനേട്ടൻ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിന്ധ്യൻ മാഷ്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ലസിത ടീച്ചർ, ഊഷ്മളമായ സ്നേഹബന്ധത്തിൽ ചാലിച്ചെടുത്ത ഒരുപിടി ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാനേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രദേശത്തെ നല്ലവരായ രക്ഷിതാക്കളെ, സ്നേഹനിധികളായ എൻ്റെ മക്കളെ, നീണ്ട 3.5 പതിറ്റാണ്ടിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഞാൻ ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കു പറഞ്ഞാൽ സ്വപ്നവും യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഉന്മാദാവസ്ഥയിലാണ് ഞാൻ. കാരണം എൻ്റെ റിട്ടയർമെൻറ്റ് ഉൾക്കൊള്ളാൻ എനിക്ക് തന്നെ കഴിയുന്നില്ല. കഴിഞ്ഞുപോയ ഇന്നലകൾ അത്ര പെട്ടെന്നാണ്, അത്ര സ്പീഡിലാണ് കഴിഞ്ഞുപോയത്. ഇവിടെ ഒരുപാട് സഹപ്രവർത്തകരെ യാത്രയപ്പ് നൽകാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിനെ പറ്റി ചിന്തിക്കും. ഞാൻ സ്വയം പറയുമോ, അതിനൊക്കെ ഇനി എത്രയോ കാലങ്ങൾ കഴിയണം. എന്നാൽ ഇന്നാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികത എനിക്ക് മനസ്സിലായ ദിവസം.
നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഒപ്പം നല്ല ഉപദേശവും കൊടുക്കണം. എൻ്റെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഇർഫാൻ എന്ന കുട്ടിക്ക് മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടി. ആ കുട്ടിയെ അനുമോദിക്കുവാൻ വിദ്യാഭ്യാസ മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി, പരിസരത്തുള്ള 2-3 MLA-മാർ, കുറേ മാധ്യമപ്രവർത്തകരൊക്കെ വന്ന് ആ വലിയ സദസ്സിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ ഇർഫാൻ, ഈ സമ്മാനം നീ ആർക്കാണ് സമർപ്പിക്കുന്നത്? ആ കുട്ടി ഒട്ടും സംശയം, ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ആ കുട്ടിയെ സ്വാധീനിച്ച ഏതെങ്കിലും അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ പേരായിരിക്കും പറയുക എന്ന്. ആ കുട്ടി ഒട്ടും സംശയമില്ലാതെ പറഞ്ഞു, ഈ സമ്മാനം എൻ്റെ ഉപ്പാക്കുള്ളതാണ്. എൻ്റെ ഉപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കുക എന്നുള്ളത്. ആ കുട്ടിയുടെ ഉപ്പ ഒരു സ്കൂൾ മാഷായിരുന്നു. 2 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആ കുട്ടി ജീവിതത്തിൽ ചെയ്ത ത്യാഗം, മെഡിക്കൽ എൻട്രൻസിൽ 1st റാങ്ക് വാങ്ങുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. ലക്ഷക്കണക്കിന് കുട്ടികളെ പിന്തള്ളി വേണം ഒന്നാവനാകാൻ. സമാനമായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. തൊട്ടടുത്ത വർഷം അശ്വിൻ കുമാർ എന്ന കുട്ടിക്കാണ് 1st റാങ്ക് കിട്ടിയത്. അശ്വിൻ കുമാറിനോടും മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം ചോദിച്ചു, മോനെ അശ്വിൻ കുമാർ, നീ ഈ സമ്മാനം ആർക്കാണ് സമർപ്പിക്കുന്നത്? ആ കുട്ടി പറഞ്ഞു, ഈ സമ്മാനം എൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ഞാൻ രാത്രി 1 മണിവരെയും 2 മണിവരെയും ഉറക്കമൊഴിച്ചിരുന്ന് വായിക്കുമ്പോൾ എന്നെയും കാത്ത് തൊട്ടപ്പുറത്തെ റൂമിൽ ഉറക്കമൊഴിച്ച് ഇടയ്ക്കിടെ എനിക്ക് കട്ടൻ ചായ കൊണ്ടുവന്ന് തന്ന് എൻ്റെ നെറുകയിൽ ഉമ്മ വെച്ച് അപ്പുറത്ത് പോയിരിക്കുന്ന എൻ്റെ അമ്മ, ഞാൻ ഉറങ്ങുന്നത് വരെ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്കല്ലാതെ പിന്നെ ആർക്കാണ് ഈ സമ്മാനം? നോക്കൂ നിങ്ങൾ, ആ കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ വായ്പകൾ ആ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. സംശയമില്ല. ഒപ്പം നല്ല ഉപദേശവും കുട്ടികൾക്ക് കൊടുക്കണം. മാതൃകാപരമായി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് തൻ്റെ മകന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം മാതൃകാപരമായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, പാരൻസ് ആർ ടാങ്ക്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ടാപ്സ്. ടാങ്കിലുള്ളത് ടാപ്പിലൂടെ വരും. ടാങ്കിൽ നല്ല ജലമാണെങ്കിൽ, ശുദ്ധജലമാണെങ്കിൽ ടാപ്പിലൂടെ ശുദ്ധജലം വരും. മറിച്ച് ടാങ്കിൽ മലിനജലമാണെങ്കിലോ ടാപ്പിലൂടെയും അത് തന്നെയല്ലേ വരാം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മാതൃകാപരമായി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൻ്റെ മര്യാദകൾ, സാമൂഹ്യ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് നാം പറഞ്ഞ് കൊടുക്കുക തന്നെ വേണം. കാരണം നമ്മുടെ നാട് മതേതര പാരമ്പര്യമുള്ള, മതേതരത്തിൽ വിശ്വസിക്കുന്ന, മതേതരം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നാം മറ്റിതര മതസ്ഥരോട് എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ അവരുടെ ഇടയിൽ ജീവിക്കണം എന്നുള്ള മര്യാദ നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അകലങ്ങളിൽ അപകടത്തിൻ്റെ കുളമ്പടികൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പത്രകോളങ്ങളിലൊക്കെ വായിക്കുന്ന നിസ്സാര പ്രശ്നങ്ങളൊക്കെ പർവ്വതീകരിക്കുന്ന സംഭവങ്ങളൊക്കെ വിശ്വവിഖ്യാതനായ ഖലീൽ ജിബ്രാൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഖലീൽ ജിബ്രാന് 12 വയസ്സുള്ളപ്പോൾ ഖലീൽ ജിബ്രാൻ്റെ ഗ്രാമത്തിലേക്ക് കഴുതപ്പുറത്ത് തോൽസഞ്ചിയിൽ എണ്ണയുമായി ഒരു എണ്ണക്കച്ചവടക്കാരൻ കടന്നു വരുന്നു. ശുദ്ധമായ ഒലിവെണ്ണ എന്ന് വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ഗ്രാമത്തിൻ്റെ ഏതോ മൂലയിൽ നിന്ന് വൃദ്ധയായ ഒരു സ്ത്രീ എണ്ണ വാങ്ങാൻ ഒരു കുപ്പിയുമായി ഖലീൽ ജിബ്രാൻ്റെ ആ കച്ചവടക്കാരനെ സമീപിക്കുന്നു. വിലയന്വേഷിച്ച് വില തൃപ്തികരമാണ് എന്ന് കേട്ടപ്പോൾ കുപ്പി കച്ചവടക്കാരനെ ഏൽപ്പിച്ച് എണ്ണ ചോദിച്ചു വാങ്ങുന്നു. എണ്ണ അളന്ന് എടുക്കുന്നതിനിടയിൽ
ഖലീൽ ജിബ്രാൻ അല്ല വൃദ്ധയായ സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഉടനെ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ ഗ്രീക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇത് കേട്ട മാത്രയിൽ ആ സ്ത്രീ കുപ്പി വലിച്ചു വാങ്ങി ഒരുപാട് ശകാരിച്ച്, കച്ചവടക്കാരനെ ഒരുപാട് ശകാരിച്ച് തെറി പറഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ഇത് കണ്ടു നിന്ന 12 വയസ്സുകാരനായ ഖലീൽ ജിബ്രാൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. മ്ലാനവതനായി വീട്ടിലേക്ക് കയറി ചെന്ന ഖലീൽ ജിബ്രാനോട് തൻ്റെ പിതാവ് ചോദിച്ചു, മകനെ, എന്താ നിൻ്റെ മുഖത്ത് ഒരു വല്ലായ്മ? ഗ്രാമത്തിൽ കണ്ട കഥകൾ, ഗ്രാമത്തിൽ കണ്ട ആ കാഴ്ച ഖലീൽ ജിബ്രാൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു. ഇന്നേ ദിവസം ആ കച്ചവടക്കാരന് ആതിഥ്യം നൽകി എൻ്റെ മകൻ്റെ ദുഃഖമകറ്റാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ കച്ചവടക്കാരനെ അന്വേഷിച്ച് ഖലീൽ ജിബ്രാൻ്റെ പിതാവ് ഗ്രാമത്തിലേക്ക് നടന്നു. ഒരുപാട് അലച്ചലിനും അന്വേഷണത്തിനും ഒടുവിൽ ഗ്രാമാതിർത്തിയിൽ വെച്ച് കച്ചവടക്കാരനെ കണ്ടു. കച്ചവടക്കാരനോട് പറഞ്ഞു, എൻ്റെ മകൻ്റെ ദുഃഖമകറ്റാൻ ഇന്ന് നിങ്ങൾ എൻ്റെ ആതിഥ്യം സ്വീകരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരണം. ഇത് കേട്ടപ്പോൾ കച്ചവടക്കാരൻ ചോദിച്ചു, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഖലീൽ ജിബ്രാൻ്റെ പിതാവ് പറഞ്ഞു, ഞാൻ മൊറാനൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ കാലഘട്ടത്തിൽ മൊറാനൈറ്റ് വിഭാഗക്കാരുണ്ടാക്കിയ പാകം ചെയ്തതോ സ്പർശിച്ചതായ ഭക്ഷണമൊന്നും ഗ്രീക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഴിക്കില്ല. മതത്തിലില്ലാത്ത അലിഖിതമായ മതത്തിൻ്റേതല്ലാത്തൊരു നിയമം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഖലീൽ ജിബ്രാൻ്റെ പിതാവിൻ്റെ ക്ഷണം സ്വീകരിക്കാതെ അദ്ദേഹം ഗ്രാമത്തിലേക്ക് ആ ഗ്രാമം വിട്ടുപോയി. നമുക്കറിയാമല്ലോ, ക്രിസ്തു മതത്തിൽ ഉച്ചനീചത്വമില്ല. സ്നേഹം കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കിയ മഹാപുരുഷൻ എന്നാണ് വിശുദ്ധ ഖുർആൻ യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. ഉച്ചനീചത്വങ്ങളില്ലാത്തൊരു മതമാണ്. പക്ഷേ ആ മതത്തിലില്ലാത്ത ഒന്ന്, മതത്തിൻ്റെ പേരിൽ അലിഖിതമായൊരു നിയമം ഉണ്ടാക്കിയ നിയമമാണ്. ഗ്രാമം വിട്ടുപോയ ആ കച്ചവട